പെരിന്തൽമണ്ണ രാവിലെ നമ്മുടെ മാരിയോയ്ക്ക് വേണ്ടിയിട്ട് അത്തരം ഓലയായിട്ട് ഇപ്പോൾ ഒരു ഞാൻ ഓൾ ചെയ്ത് നോക്കി ഇല്ലാത്ത കഴിവില്ല വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഓലയുടെ ഓണറായിട്ടുള്ള സൂപ്പർ മാരിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. പുള്ളിക്കാരൻ്റെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് ആദ്യമായിട്ട് കാണുമായതുകൊണ്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി, സോറി. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ മൂന്നാറിന് പോകുന്നതിന് വരെ നമ്മൾ കൊച്ചിയിലോട്ട് പോയിട്ട് കൊച്ചിയിൽ മാരിയോയുടെ ബ്രദറിൻ്റെ റൂമിൽ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളത്തേക്കിനായിരിക്കും നമ്മൾ മൂന്നാർ സൈഡിൽ കയറുന്നത്. ഫസ്റ്റ് മൂന്നാർ പോകാനായിട്ടാണ് നമ്മുടെ പ്ലാന്. നമുക്കറിയില്ല, എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് EVയിലും ഓലയിലും. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, കാരണം ഓലയെ പറ്റി കേട്ടിട്ടുള്ളത് അത്ര നല്ല ന്യൂസ് കാര്യങ്ങളൊന്നും അല്ല. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബ്രോ ആണെങ്കിൽ നല്ല ചില്ലൊരു മനുഷ്യനാട്ടോ. ഏതായാലും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇനി അടുത്ത ഒരു ചാർജിങ് സ്റ്റേഷൻ വരുന്നത് വടക്കാഞ്ചേരിക്കടുത്താണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റ് വടക്കാഞ്ചേരിയാണ്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനും പ്ലാനിങ്ങും ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ പൂങ്ങോട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഫുൾ ആൾത്തിരക്കും കാര്യങ്ങളും ഒക്കെ, സമരക്കാരും റോഡ് ബ്ലോക്കിങ്ങും പോലീസും എല്ലാ ബഹളവും. നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു, ഇത് മാറില്ല എന്നൊരു അരമണിക്കൂർ. പക്ഷേ ഇത് മാറില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വേറെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അതുപോലെ കയ്യാങ്കളിയിലേക്ക് പോകുമെന്ന് മനസ്സിലായപ്പം ഞാനും മാരിയും നമ്മുടെ വണ്ടി എടുത്ത് പയ്യെ വേറൊരു വഴി ഗൂഗിൾ മാപ്പിൽ നോക്കി നമ്മൾ നൈസിന് അവിടെ നിന്ന് സ്കൂട്ടായി. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞെന്തോ ഏതൊരു ചെക്കൻ മരിച്ചുപോയി, അതിനെ തുടർന്നുള്ള പ്രതിഷേധമാണ് ഇതെന്നൊക്കെയാണ് അറിഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ചോദിച്ചപ്പോഴും അവർക്കും കറക്റ്റായിട്ട് അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ വടക്കാഞ്ചേരി എത്തി ചാർജിങ് സ്റ്റേഷനിൽ. നമുക്കിനി വണ്ടി ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേനും വണ്ടിയും ചാർജാവും, നമ്മുടെ വയറും നിറയും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട്, അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ഏതായാലും അവിടെ ചെന്ന് കുഴപ്പമില്ലാത്തൊരു ബിരിയാണി കഴിച്ച് എന്ന് പറയാം. വലിയ രസമില്ലായിരുന്നൊന്നും വേണമെങ്കിൽ പറയാം. നമ്മളേതായാലും തിരിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുത്തിയിട്ടത് ഒരു ഫാസ്റ്റ് ചാർജറിലായിരുന്നു, അതുകൊണ്ട് വണ്ടി ഫാസ്റ്റായിട്ട് തന്നെ ചാർജായി. അപ്പോൾ നമുക്കിനി നേരെ കൊച്ചിയിൽ സ്റ്റേ എടുത്തിട്ട് നാളെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ മൂന്നാറിലേക്കുള്ള ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചാലക്കുടിക്ക് അടുത്തായിട്ട് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഒരു ഓലയുടെ ഷോറൂമിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടുത്തെ ചാർജിങ് ബോട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ ഗൈസ്, ഡേ 1 നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. മാരിയോയുടെ ബ്രദറിൻ്റെ റൂമിൽ നമ്മളെത്തി. വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചാർജ് ഏകദേശം 34 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കാര്യങ്ങൾ ഇപ്പോൾ വണ്ടിയിലുണ്ട്. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വണ്ടി ചാർജ് ചെയ്തിട്ട് നമ്മളിവിടെ റെസ്റ്റ് എടുത്ത് നാളെ രാവിലത്തേക്കിനായിരിക്കും നമ്മൾ മൂന്നാർ സൈഡിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ഇനി ആണ് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈ റേഞ്ച് കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ വണ്ടി വർക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ വണ്ടിയിൽ. കുഴപ്പമില്ലാത്ത റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നാളെ രാവിലെ നമുക്ക് നോക്കാം എന്താവും അവസ്ഥ, നമ്മളിവിടുന്ന് പോകുന്ന ട്രാവൽ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് നാളെ കാണാം. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്.